ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു 4-5 സിനിമകളുടെ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു നല്ല സൂപ്പർ അപ്ഡേറ്റുകളാണ് എന്നെ സംബന്ധിച്ചോളം. ആദ്യത്തെ ഒരു D54 ധനുഷ് കെ രാജ 54 ഫോർത്ത് തൊഴിൽ എന്നൊക്കെ പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് പോസ്റ്റർ. നല്ല സൂപ്പർ പോസ്റ്റർ എന്നാണ് പറയുന്നത്. നല്ല അടിപൊളി പോസ്റ്റർ. ആൻഡ് ഈ ഇലയും പൂവൊക്കെ ഇങ്ങനെ താഴെ കൊടുത്തിട്ട് എന്താ മനസ്സിലായില്ല, എന്താണ് ഇത് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ബട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. D54 എഴുതിയിട്ടാണെങ്കിലും അവിടെ ഒരു ഭാഗത്ത് കത്തുന്നതാണെങ്കിലും ഇപ്പുറത്ത് ഇരുട്ടായിട്ട് കൊടുത്തിട്ടാണെങ്കിലും കുറെ ചെടികളും മരങ്ങളും പരിപാടികളും മുകളിൽ ആകാശവും അതിലുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. വെയിൽസ് ആണ് ഇത് ചെയ്യുന്നത്. തിങ് സ്റ്റുഡിയോസ് ഇന്ത്യ. സംടൈംസ് സ്റ്റേയിങ് ഡേഞ്ചറസ് ഇസ് ദ ഓൺലി വേ ടു സ്റ്റേ അലൈവ്. അപ്പൊ ഇത് കുറച്ച് വയലന്റ് കഥ പറയാനുള്ള നെരുപ്പാന സംഭവം ആവാനാണ് സാധ്യത. അപ്പോൾ ഈ പറഞ്ഞ പോലെ സംടൈംസ് സ്റ്റേയിങ് ഡേഞ്ചറസ് ഇസ് ദ ഓൺലി വേ ടു സ്റ്റേ ലൈഫ്. കുറച്ച് ഭീകരമായിട്ട് നിൽക്കുന്നതാണ് ജീവിക്കാനുള്ള ഒരേ ഒരു വഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. D54 സ്റ്റാറിംഗ് ധനുഷ് കെ രാജ ഓൺ ഫ്ലോർസ് ഫ്രം ടുഡേ. പ്രൊഡ്യൂസ്ഡ് ബൈ ഡോക്ടർ ഇഷാരിക് ഗണേഷ്. ഓക്കെ. വേൽ ഫിലിം ഇൻ INT. ഓക്കെ. എ ഫിലിം ബൈ വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അതാണ് D54 കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഇന്നലെ ഒരു യമാണ്ഡം കോമഡി പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്ന A2022 അറ്റ്ലിയുടെ അല്ലു അർജുൻ ചിത്രം. അതിൽ വില്ലനായിട്ട് വരുന്നത് വിൽ സ്മിത്ത് ആണെന്നൊക്കെയുള്ള ഭയങ്കരമായ റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അത് സഹിക്കാം. ബട്ട് ഇത് നമുക്ക് വന്നിട്ടുള്ളത് സഹിക്കലവേ നിവൃത്തിയില്ലല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. രശ്മിക മന്ദാന വീണ്ടും ഇവര് ഒരുമിച്ച് വരാൻ പോവാണ്. റീയുണൈറ്റ് ഇൻ ദിസ് മൂവി എന്നാണ് പറയുന്നത്. രശ്മിക ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ ഒരു വൻ ക്യാരക്ടറാണെന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു, നമ്മൾ ദീപിക പദുക്കോണിന്റെ ഒരു ചെറിയ സംഭവം നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഗ്ലിംസ്. അത്രയും തന്നെ ഭയങ്കര എന്താ പറയാ, വീര വനിത എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അത്ര ഭയങ്കരമായ ക്യാരക്ടറാണെന്നാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ല. എന്തായാലും പുള്ളിക്കാരി ഇതിലുണ്ട്. അപ്പം മൃണാൾ താക്കൂർ, പുള്ളിക്കാരി, പിന്നെ വേറെ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്നും ദീപിക പദുക്കോൺ, പിന്നെ ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് റിവീൽ ചെയ്ത്. അതല്ലാതെ വീണ്ടും ഒരു നായിക, 5 നായിക ഉണ്ടെന്നാണ് ടോട്ടൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആദ്യ ഭാഗത്തിൽ, അതായത് രാമായണനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യ ഭാഗത്തിൽ വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ രാവണനായിട്ട് വരുന്ന യശ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. 15 മിനിറ്റ്. അത് ലാസ്റ്റ് എൻഡിലേക്ക് ആയിരിക്കാം ഈ പുഷ്പവിമാനം വരുന്നതും അതിൽ സീതനെ കടത്തിക്കൊണ്ടു പോകുന്നതുമായിട്ടുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ആദ്യ ഭാഗത്തിൽ രാമന്റെയും സീതയുടെയും കഥയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർ കണ്ടുമുട്ടുന്നു, അവരുടെ കാര്യങ്ങൾ, പ്രണയം, കല്യാണം, കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം. നെക്സ്റ്റ് 2ാം ഭാഗത്തിലാണ് റാമും രാവണനും നേർക്ക് നേർ വരുന്നത്. ആൻഡ് അതൊരു ഔട്ട്സ്റ്റാൻഡിങ് വരവായിരിക്കും. എസ്പെഷ്യലി ഇവിടെ യശും രൺവീർ കപൂറും നേർക്ക് നേർ. അവരുടെ പെർഫോമൻസ് ലെവൽ എത്രമാത്രം ഉണ്ട് നമുക്കറിയാം. നല്ല കിടലിനായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമയായി മാറാൻ സാധ്യതയുണ്ട് ഈ രാമായണ എന്ന് പറയുന്ന സിനിമ. ദിവാലിക്കാണ് ഇറങ്ങുന്നത്. ആദ്യത്തെ ദിവാലിക്ക്, അടുത്തത് പിന്നത്തെ 2027 ദിവാലിക്കുമാണ് ഇറങ്ങുന്നത്. ഐ എം വെയിറ്റിംഗ്. കൂലി. ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന 10 സിനിമകളിൽ നമ്പർ 1 കിടക്കുന്നത് ഇപ്പോഴും കൂലിയാണ്. ഇന്നലെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അതിന്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂലി എന്ന് പറഞ്ഞ സിനിമയിലെ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ ഫ്രം ടുമോറോ 6 PM, അതായത് 11 ജൂലൈ 6 മണിക്ക് വൈകിട്ട് അത് അവർ റിലീസ് ചെയ്യും. സ്റ്റാറിംഗ് പൂജ ഹെഗ്ഡെ. പുള്ളിക്കാരുടെ ചെറിയൊരു ഗ്ലിം പോലെ, ഒരു പ്രൊമോ പോലെ ഒരു സാധനം അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് നമുക്ക് അട്ട വെയിറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. മേക്ക് വേ ഫോർ മോണിക്കാസ് എൻട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് സൗബിൻ ഷാഹിർ ഉണ്ട്. പുള്ളിക്കാരന്റെ കുറച്ച് ഭാഗങ്ങൾ ആ പാട്ടിലുണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ടായാൽ മതിയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മഹാഭാരത, അതായത് ഡ്രീം പ്രൊജക്ട് എന്ന് പറഞ്ഞ അമീർ ഖാൻ ചെയ്യുന്ന, അമീർ ഖാന്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. പുള്ളി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡ്രീം പ്രൊജക്ട് മഹാഭാരത ടു ബിഗിൻ പ്രീ പ്രൊഡക്ഷൻ ദിസ് ഓഗസ്റ്റ്. ഈ വരുന്ന ഓഗസ്റ്റ്, അതായത് അടുത്ത മാസം ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. എ സീരീസ് ഓഫ് എപ്പിക് ഫിലിം ഫീച്ചറിംഗ് ന്യൂ ഫേസസ് ആൻഡ് യെസ് ദർ ഇസ് എ സ്ട്രോങ് ചാൻസ് അമീർ ഖാൻ വിൽ പ്ലേ ലോർഡ് കൃഷ്ണ ഹിംസെൽഫ്. ലോർഡ് കൃഷ്ണയായിട്ട് ആമീർ ഖാൻ ഒന്ന് രസം ഉണ്ടാവും കേട്ടോ. പുള്ളിന്റെ ഒരു ചാംനെസ്സും ക്യൂട്ട്നെസ്സും ഒരു എന്താ പറയാ, ഒരു സിംപ്ലിനെസ് അല്ലെങ്കിൽ നിഷ്കളങ്ക ഭാവമൊക്കെ ഭയങ്കരമായിട്ട് മാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് എക്സൈറ്റിംഗ് ആണ്. കൊള്ളാം. എനിക്ക് എക്സൈറ്റിംഗ് ആണെന്ന് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. L365
ലാലേട്ടന്റെ 365ാമത് ചിത്രം, അതും പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കുന്ന ചിത്രം, വലിയ ചിത്രമായി വരുമെന്ന് സാധ്യതയുള്ള ചിത്രം. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്ന അല്ലെങ്കിൽ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ ആയിരുന്നു. 2 സ്റ്റാറിലെ യൂണിഫോം അടിച്ച് SA വരുന്ന ഒരു ബാത്റൂമിൽ കുറച്ച് പരിപാടികളും സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സാധനം. തിരക്കഥകൃത്ത് രതീഷ് രവി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ടീം ലാലേട്ടനൊപ്പം ചേരുമ്പോൾ പ്രേക്ഷകർ പുതുമ പ്രതീക്ഷിക്കും. ഓഫ് കോഴ്സ് പ്രതീക്ഷിക്കും. L365 ആ പുതുമ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ജോയൽ സ്റ്റാലിൻ, ഓഹോ, തിരക്കഥ രതീഷ് രവി അഭിമുഖം. ജോയൽ സ്റ്റാലിൻ എന്ത് സംഭവം? എന്തെങ്കിലും ആകട്ടെ, ഭാഗ്യത്തിനപ്പുറം വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ സിനിമയെ കാണുന്നത്. ഉത്തരവാദിത്തമായാണ് കാണുന്നത്. അത് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് നല്ലത്. മികച്ചൊരു സിനിമയ്ക്കായി തന്നെ ഞങ്ങൾ ശ്രമിക്കും. വെരി ഗുഡ്, ദാറ്റ് കോൺഫിഡൻസ്. രതീഷ് രവി Q സ്റ്റുഡിയോസിനോട് പറഞ്ഞു. ആ പറഞ്ഞത് പൊന്നാകട്ടെ, ആ പറഞ്ഞത് സത്യമായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ L365 ഒരു ഗംഭീര സിനിമയായിട്ട് നമുക്ക് വീണ്ടും കിട്ടും. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം കണ്ണപ്പ നമുക്ക് മറക്കാം, കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയി. മലയാളത്തിൽ പുള്ളിക്കാരൻ തുടർന്നുകൊണ്ടുള്ള വലിയ വലിയ ഹിറ്റുകളും ഞെട്ടിക്കലും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അതൊരു 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 പരിപാടി തന്നെയാണ് മക്കളെ. അത്തരത്തിലുള്ള ഒരു പരിപാടി L365 നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ വൈൻഡ് അപ്പ്.